യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കണ്ടം കഴുതിയുടെ ഒക്കെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു അല്ലേ? എനിക്കിത് തന്നെ പറഞ്ഞൂടാ. നെഞ്ചു പൊട്ടിയ സങ്കടം ഉണ്ടായപ്പോ ഓടി നിന്റെ അടുത്തേക്ക് വന്ന എനിക്ക് ഇത് തന്നെ കിട്ടണം. ഓ, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണില്ലേ, വലിയ കൊമ്പത്തെയാണെന്ന വിചാരം. ഞാൻ ജോലിക്ക് വന്നാൽ ജോലി ചെയ്യണം, അല്ലാതെ നേരത്തെ ഇറങ്ങി പോകാനൊന്നും ഇവിടെ നടക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ പണി മതിയാക്കി വീട്ടിൽ ഇരുന്നോ. അതങ്ങനെ സാമാന്യ മര്യാദയുള്ളവർ ഇങ്ങനെ ചെയ്യോ? അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് വായി നോക്കി നിൽക്കോ? സാധാരണ ഇന്ദ്രന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാ അതാരും അത്ര ഗവനിക്കാറില്ല. ഇത് പക്ഷെ വിനയൻ അത് സീരിയസ് ആയിട്ട് എടുത്തു. ഇത് ആദ്യമായിട്ടല്ലോ, ഇതിനു മുമ്പും ഇന്ദ്രനുമായിട്ട് വിനയൻ ഉടക്കിയിട്ടില്ലേ? അന്നത്തെ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം ഒന്ന് പഴയതുപോലെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടേതായ ബേസിക് സ്വഭാവം ഉണ്ട് രഘു. അത് എത്ര ഒളിപ്പിച്ചു വെച്ചാലും താനെ പുറത്തു വരും. ഈ വിനയന്റെ ഉള്ളില് ഒരു ക്രിമിനൽ മൈൻഡുണ്ട്. നമ്മള് എത്രയൊക്കെ കണ്ടില്ലെന്ന് വെച്ചാലും അത് ഇല്ലാതാകുന്നില്ല. അതെ, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പണത്തിന് വേണ്ടി വിൽക്കാൻ ഏതെങ്കിലും അച്ഛൻ തയ്യാറാകും? ഈ വിവരങ്ങൾ മറച്ചുവെക്കുന്ന നമ്മളും തെറ്റുകാരാണ് രഘു. ഇത് ശരിക്കും അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യം. അറിയാം അങ്കിൾ, പക്ഷെ നമ്മുടെ ഗതികേടായി പോയില്ലേ? പിന്നെ എന്റെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ ചീരന്റെ ജീവിതം എന്താവും? അമ്മാവനത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ആരും ഒന്നും അറിയണ്ടെന്ന് രഘു പറഞ്ഞപ്പോ ഞാൻ അതിനെ അനുകൂലിച്ചത്. മനസ്സുകൊണ്ടൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല അങ്കിൾ, പക്ഷെ ഇത് നമ്മുടെ ഗതികേടാ. എനിക്കത് മനസ്സിലാവും രഘു. സത്യം പറഞ്ഞ നമ്മളെ പോലുള്ള മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ദയനീയാവസ്ഥ തന്നെയാണ് പല ക്രിമിനൽ മരുമക്കളുടെയും വിജയം. പറഞ്ഞിട്ടെന്താ, അറിഞ്ഞു വച്ചോണ്ട് മിണ്ടാതിരിക്കാനല്ലേ പറ്റൂ. പക്ഷെ ഇനിയെങ്കിലും അവന്റെ തെറ്റ് മനസ്സിലാക്കി വിനയൻ തിരുത്തുവെന്നും ചിലങ്കയും മക്കളും ഒത്ത് സന്തോഷമായി ജീവിക്കുമെന്നും കരുതിയിരുന്നു. പക്ഷെ അവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അവനവൻ ചെയ്ത തെറ്റിന് കുറ്റബോധം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുള്ളൂ. അവൻ ഇപ്പോഴും അവന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ തെറ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അന്യരുടെ കാര്യത്തിൽ ഏറ്റുപിടിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാലും ഇന്ദ്രന്റെ അമ്മ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ അവരുടെ പ്രായവും സ്വഭാവമൊക്കെ കരുതി വേണമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കായിരുന്നു. കൂടിപ്പോയാ ഒരു നിസ്സാര പ്രശ്നം ഉണ്ടാവുള്ളായിരുന്നു. വിനയം ചെയ്ത വെച്ച് നോക്കുമ്പോ സുശീലാന്റി എത്ര ഭേദമാ. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം പാവം ചീരുവിന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? എനിക്കത് ഓർക്കുമ്പോഴാ സങ്കടം. എന്ത് വിശ്വസിച്ചാ അവൾ അവന്റെ ഒപ്പം ജീവിക്കുന്നേ? സ്വന്തം ചോരയോട് പോലും സ്നേഹമില്ലാത്ത വിനയന് മറ്റാരെങ്കിലും സ്നേഹിക്കാൻ സാധിക്കോ? അതുകൊണ്ട് നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വിനയന്റെ മേൽ ഉണ്ടാവണം രഘു. അല്ലാതെ അവൻ നന്നാവും അല്ലെങ്കിൽ നന്നായി എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോരുത്. അത് ചീരുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെ 4 സഹോദരിമാരുടെ കാര്യത്തിലും ഉണ്ടാവും. അവർക്ക് എന്താവശ്യം ഉണ്ടായാലും ഒരു സഹോദരനെ ഞാൻ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. നിന്നെപ്പോലൊരു മരുവനെ കിട്ടിയത് എന്റെ അണ്ണന്റെ ഭാഗ്യമാ. ഇതൊക്കെ എന്റെ ഭാഗ്യമല്ല എങ്കിൽ, ആരും ഇല്ലാതൊരു അനാഥനെ പോലെ ജീവിച്ചവനല്ലേ ഞാൻ. ഇപ്പോ എനിക്കൊരു കുടുംബം, കൂടെപ്പിറപ്പുകള്, അച്ഛന്റെ സ്ഥാനത്ത് അമ്മാവൻ. ശരിക്കും ഞാനല്ലേ ഭാഗ്യവാൻ? നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് രഘു നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നു. ഇതിന്റെ പകുതിയെങ്കിലും മനുഷ്യത്വം വിനയന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിനയന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെ നമുക്ക് സാധിക്കൂ. അതെ, വേറെന്താ?
കുറെ നേരമായി ഇവളിങ്ങനെ ഇരിക്കുന്നു. കാര്യം ചോദിച്ചിട്ട് എന്താന്ന് പറയുന്നുമില്ല. വന്നപ്പോ മുതല് ഇതാ അവസ്ഥ. ജോലി സ്ഥലത്ത് എന്തെങ്കിലും ടെൻഷനാവും. എന്ത് ടെൻഷനാണെങ്കിലും ചോദിച്ചാ പറയണ്ടേ. ജോലി സ്ഥലത്തെ കാര്യമാണെങ്കിൽ അത് അവിടെ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിന്ന് കളയണം. അല്ലാതെ അത് ഓർത്ത് വീട്ടിൽ വന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം? പെൺകുട്ടികളെ ആലോചിച്ചിരിക്കുന്ന കണ്ടാലേ അമ്മമാർക്ക് മനസ്സിൽ ആദ്യ കയറും. അതെങ്ങനെ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതെ, ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ മോളെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മോളെ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല അച്ഛാ. എന്താണെങ്കിലും മോള് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്ഛനല്ലേ പറയുന്നേ? ആ, ആരത്? സത്യനോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? അതെ. വഴിയിൽ വെച്ച് പ്രശോഭനെ കണ്ടു. എന്നാ പിന്നെ പ്രശോഭനെ ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പ്രതിഭയെ കണ്ടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് പിന്നെ ഞാനും സത്യനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തുപറ്റി? ഇവൾ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം എന്തോ ആലോചിച്ച് വിഷമിച്ചൊരേ ഇരിപ്പാ. കാര്യം എന്താന്ന് ചോദിച്ചിട്ടൊട്ട് പറയുന്നുമില്ല. സത്യനെ വിളിച്ചു ചോദിച്ചാ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് കരുതി. എന്താ പ്രതിഭേ? ഞാനവിടുന്ന് പോയ ശേഷം ഓഫീസിൽ എന്താ ഉണ്ടായത്? സാറ് പോയി കഴിഞ്ഞ് സാറിന്റെ അമ്മ അവിടെ വന്നിരുന്നു. വീട്ടിലേക്ക് ഫോൺ വന്ന കാര്യം അമ്മയും പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് അമ്മയ്ക്ക് വഴക്കിടണമെന്നൊക്കെ പറഞ്ഞപ്പോ ഇന്ദ്രൻ സാറ് അമ്മയോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോ അമ്മ ഇന്ദ്രൻ സാറിനെയും കുറെ വഴക്ക് പറഞ്ഞിട്ട് പോയി. അമ്മ പോയി കഴിഞ്ഞ് സാറ് എന്നെയും കുറെ വഴക്ക് പറഞ്ഞു. അയ്യോ, അതൊന്നും പ്രതിഭ മനസ്സിൽ വെക്കരുത്. ഇന്ദ്രേട്ടൻ അപ്പോഴത്തെ ടെൻഷനിലോരോന്ന് പറയുന്നതാ. വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റാരും കേൾക്കെ ആരും സംസാരിക്കുന്നത് ഇന്ദ്രേട്ടന് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ച ഇന്ദ്രേട്ടന് ടെൻഷനാവും. അപ്പോ അങ്ങനെ വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് സത്യേട്ടൻ ആകെ ഡെസ്പായി നിന്നല്ലേ? അതെ സത്യ, സത്യൻ എന്താ പ്രശ്നം? ഏയ്, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ അന്യരായി കാണുന്നില്ലെങ്കിൽ എല്ലാം ഞങ്ങളോട് തുറന്നു സംസാരിക്കാം. എല്ലാ സങ്കടങ്ങളും മനസ്സിൽ തന്നെ കൂട്ടിക്കൂട്ടി വെച്ചാ അത് കൂടുകയല്ലാതെ ഒരിക്കലും മനസ്സിന്റെ ഭാരം കുറയില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ സങ്കടം അതങ്ങനെ പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല. എല്ലാം കൂടി ആലോചിച്ചാ ഭ്രാന്ത് പിടിക്കും. വീട്ടിലെ ഒരു സമാധാനവും ഇല്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലൊന്നും ആലോചിക്കുന്നേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ അമ്മയ്ക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. ഇന്ന് തന്നെ ബന്ധുവീട്ടിലെ പ്രായമായ ഒരാളെ അമ്മയെ ഫോൺ ചെയ്തേ. വീട്ടിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ ന്യായം സംസാരിക്കാനാ. അദ്ദേഹത്തോട് അമ്മ മോശമായിട്ട് സംസാരിച്ചെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവിടെ ചെന്ന് വഴക്കിടാൻ ഇന്ദിരേട്ടനെ നിർബന്ധിക്കാൻ അമ്മ ഓഫീസിലേക്ക് വന്നത്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ട്. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഒരിക്കൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ ഇന്ദിരേട്ടന് വയ്യെന്നറിഞ്ഞപ്പോ മനസ്സ് മാറി ഞാൻ തിരിച്ചു വന്നു. പക്ഷെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെയാ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യ, നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളെ ആയുള്ളൂ. എങ്കിലും സത്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. സത്യനെ പോലെ നല്ല മനസ്സുള്ളവര് മറ്റുള്ളവരുടെ തെറ്റ് കണ്ട പ്രതികരിക്കുകയും അതിൽ മാനസികമായി വിഷമിക്കുകയും ചെയ്യുന്നവരാ. ഇത് സത്യന്റെ വീട്ടിലെ പ്രശ്നമാണ്. ഇതിൽ നിന്ന് സത്യൻ ഒളിച്ചോടിയാ ഒരിക്കലും ആ പ്രശ്നത്തിന് പരിഹാരമാവില്ല. ഇതിന് സത്യൻ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് സത്യനെ കൊണ്ട് സാധിക്കും.